ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രം 210 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പഴയ നിയമത്തിലെ പ്രവാചകി ദെബോര ഇസ്രായേലിന്റെ 4ാമത്തെ ന്യായപാലനം ചെയ്ത ഏക ഒരു സഹോദരി അല്ലെങ്കിൽ സ്ത്രീ. അവൾ ഒരു പ്രവാചകയും കൂടെയായിരുന്നു. അവളുടെ അടുക്കൽ അനവധി ആളുകളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ദെബോരയുടെ അടുക്കൽ കടന്നു വരികയും പ്രാർത്ഥിച്ച ദൈവാത്മാവിന്റെ നിയോഗത്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. കാരണം അവൾ ഒരു ദൈവഭക്തയായിരുന്നു. അതുമാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു നല്ല ഭരണാധികാരിയും ആയിരുന്നു. ഇസ്രായേലിന്റെ 4ാമത്തെ ന്യായപാലനം ചെയ്തതായ ഒരു നല്ല സഹോദരി. അവരുടെ കാലത്തെ സമ്പൽ സമൃദ്ധിയും സമാധാനവും ആ ഇസ്രായേലിൽ ഉണ്ടായി. ഇന്ന് അനേക രാജ്യത്തിന്റെ തകർച്ചയെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ന്യായാധിപന്മാർ, ആരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന ന്യായാധിപന്മാർ, അങ്ങനെയുള്ളവരുടെ രാജ്യത്തിന് പുരോഗമനം ഒരിക്കലും ഉണ്ടാകുകയില്ല. തകർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇനിയും ലോകത്തിലെല്ലായിടത്തും നോക്കിയാൽ സമാധാന അന്തരീക്ഷമുള്ള ഒരു ഭരണകൂടമില്ല. ഇതിനെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു രാജാവ് നീതിയോട് വാഴും. യെശയ്യാവ് 32:1. പ്രഭുക്കന്മാർ സത്യത്തോടും നീതിയോടും കൂടെ ഭരണം ചെയ്യും. ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിലെ നീതി എന്ന് പറയുന്നതുണ്ടോ? സമാധാനം എന്ന് പറയുന്നതുണ്ടോ? ഇല്ല. എന്നാൽ ഒരു കാര്യം, ഈ നീതിയോടും സമാധാനത്തോടും എന്നായിരിക്കും ലോകത്തിനെ ഭരിക്കാൻ നമ്മുടെ യേശു വരുന്നത്? അത് ഏറ്റവും അടുത്ത സമാഗമതമായിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ 3 രീതിയിലുള്ള ഭരണമാണുള്ളത്. ജനാധിപത്യം, ജനങ്ങളാൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഏകാധിപത്യം അവർ പറയുന്നതിനെ പെട്ടൊന്നുമില്ല. സ്വേച്ഛാധിപത്യം അതും അങ്ങനെ തന്നെ. നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിൽ രാജാവായിട്ട് വരുമ്പോഴേ ഇത് 3 ഏതാ തിരഞ്ഞെടുക്കുന്നത്? ജനാധിപത്യം, ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം. ഇതെല്ലാം പരാജയപ്പെട്ട ഭരണകൂടങ്ങളാണ്. ഒരിക്കലും നമ്മുടെ കർത്താവ് ഇത് 3-1 എടുക്കുകയില്ല. എന്നാൽ ഏതായിരിക്കും? തന്റെ ഭരണം ദൈവാധിപത്യമുള്ള ഭരണമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാപിക്കും, ഒരു കൊലപാതകനും, ഒരു കൈക്കൂലിക്കാരനും, ഒരു അക്രമിക്കും, ഒരു അനീതിക്കാരനും ജീവിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഭരണകൂടമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭരണകാലത്തെ. ദെബോര ഭരിക്കുന്ന കാലത്തെ കനാനിലെ ഒരു സേനാപതി ഉണ്ടായിരുന്നു, സീസർ. അവൻ ശക്തനായിരുന്നു, ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. അവൻ പലപ്പോഴും ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ അവനെ പരാജയപ്പെടുന്ന ആയുധം ഇസ്രായേലിൽ ഇല്ലാഞ്ഞിരുന്നു. എന്നാൽ ഒരായുധം ഉണ്ടായിരുന്നു, ദൈവഭക്തയായ സ്ത്രീയുടെ ആയുധം, പ്രാർത്ഥനയുടെ ആയുധം. പ്രാർത്ഥനയുടെ ആയുധം
അവൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ സീസറെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവർ നിമിത്തം ഞങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം ഈ ദെബോരയുടെ പ്രാർത്ഥന അംഗീകരിച്ചു. കേട്ടോ, നമ്മുടെ പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കും. കാരണം സഖി കെടുമ്പോൾ നാം മുട്ട നിന്നാൽ എന്തെല്ലാം പ്രശ്നമാണേലും പരിഹരിക്കാൻ പറ്റും. മുട്ട നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകും. ദാനിയേൽ എന്ന പ്രവാചകൻ മുട്ടുകുത്തി 3 നേരം യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചത് ഏറോദിലെ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ കൊടുത്ത ശിക്ഷ സിംഹങ്ങളുടെ ഗുഹയിലായിരുന്നു. പക്ഷേ സിംഹങ്ങൾ അനങ്ങിയില്ല, ദൈവത്തിന്റെ ദാസനെ തൊട്ടില്ല. ദാരിയാവേശെന്ന് രാജാവ് അധികാരത്തിൽ എഴുന്നേറ്റ് ചെന്നു. ദാനിയേലേ, ദാനിയേലേ, ദുഃഖസ്വരത്തോടെ ചോദിച്ചു. ദാനിയേലിന്റെ മറുപടി, യജമാനൻ ദീർഘായുസ്സായിരിക്കട്ടെ, നിനക്ക് സിംഹങ്ങൾ കേടുവരുത്തിയില്ലയോ? അവനെ പുറത്തു കൊണ്ടുവന്നു. സംഭവിച്ചെന്ത്? അവനെ ഗുഹയിലിടാൻ വേണ്ടി പ്രയത്നിച്ച അവരുടെ കുടുംബങ്ങളെ മുഴുവൻ, ആബാലവൃദ്ധം കുഞ്ഞുങ്ങളടക്കം ആ ഗുഹയിലേക്ക് ഇട്ടുകൊടുത്തു. ഒന്നിനെ ശേഷിച്ചില്ല. ഇതാണ് പ്രാർത്ഥന വീരന്റെ മറുപടി. ഇന്ന് വേറെ വിഷയത്തിലേക്ക് വരാം. ഈ നീചനായ സീസറെ യായേൽ എന്ന് പറഞ്ഞതായ ഒരു പാവപ്പെട്ട കുടിലിൽ താമസിക്കുന്ന ഒരു സഹോദരിയാ കൊന്നത്. പട്ടാളക്കാരനല്ല കൊന്നത്. എങ്ങനെ കൊന്നു? അവന്റെ തിരുനെറ്റിയിൽ ഒരു കുന്തമെടുത്ത് ചുറ്റിയോണ്ടടിച്ചു. നേരെ അപ്പുറത്തിറങ്ങി നിലം പതിച്ചു. അവൻ പെടഞ്ഞു മരിച്ചു. രാജാവ് അന്വേഷിച്ചവനെ കാണുന്നില്ല. രാജാവ് അന്വേഷിച്ച് വന്നപ്പോൾ ഇതാ കുടിലിൽ മരിച്ചു കിടക്കുന്ന സീസരെയാ കണ്ടത്. നമുക്കൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെയും പ്രശ്നത്തിന്റെയും പരിഹാരം യേശുവാണ്. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ദൈവമുണ്ട്. കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കയാൽ നാം പോകുവാൻ തയ്യാറാകണം. പോയില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഒരു കാഹളമില്ല. രണ്ടാമത് ചേർക്കാൻ യേശു വരികയില്ല. ഒറ്റ പ്രാവശ്യം സമയം സമാഗതമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങൾ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാൻ.